മലപ്പുറംകാരുടെ മുരിങ്ങാ താളിപ്പ് കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. മുരിങ്ങയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതുകൊണ്ടും മുരിങ്ങയുടെ ഒരുപാട് കിട്ടാനുള്ളതുകൊണ്ടും ഞങ്ങൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. പാച്ചുവിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് തന്നെ ഇല നന്നാക്കി എടുക്കാൻ അമ്മയ്ക്ക് എളുപ്പമായിരുന്നു. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, ചീരാമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഈ ചതച്ചതും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്കാണ് നമ്മൾ കഞ്ഞിവെള്ളം ചേർക്കേണ്ടത്. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കളഞ്ഞ് അടിഭാഗമാണ് നമ്മൾ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിളക്കി നമുക്കതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഏകദേശം തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് മുരിങ്ങയില ഇട്ട് നന്നായി ചേർത്തിളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇലയൊക്കെ വെന്തിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിക്കാം. മുരിങ്ങയില കൊണ്ട് മാത്രമല്ല മത്തൻ്റെ ഇല കൊണ്ടും പപ്പടം കൊണ്ടും ഒക്കെ ഇതുപോലെ നമുക്ക് താളിപ്പുണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങ താളിപ്പ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യുക.